ഹലോ. ഹലോ, കൺഗ്രാജുലേഷൻ. എന്താ കുട്ടി? ആ പാട്ടിന്റെ വരികൾ നന്നായിരുന്നു. നോട്ടീസ് എഴുതിയതല്ലേ? ഓ, അത് വാസ്തവത്തിൽ അതിന്റെ സ്വരമാധുരിയായിരുന്നു നന്നായത്. രാജശേഖരൻ മനോഹരമായി പാടി. എനിക്കതിന്റെ അർത്ഥവ്യാപ്തിയാണ് ഇഷ്ടമായത്. ഞങ്ങൾ നിന്റെ പാട്ട് ഗംഭീരമായിരുന്നു എന്ന് പറയുകയായിരുന്നു. ഓഹോ, താങ്ക് യു. ഞാൻ പോട്ടെ. അവൾ അഭിനന്ദിച്ചത് എന്നെയോ അതോ നിന്നെയോ? എന്താ സംശയം? പിന്നെന്താ അവൾ എന്നോടൊന്നും മിണ്ടാതെ പോയത്? എടാ, അതാണ് ഈ പ്രേമത്തിന്റെ ബാലപാട്ട്. അവൾക്ക് എന്നോട് എന്തും പറയാം, കാരണം ഞാൻ ആരുമല്ല. പക്ഷെ നിന്നോട് അവൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മിണ്ടാൻ പറ്റുമോ? നീ നിയുക്തകാമകനായി പോയില്ലേ? അല്ല, അപ്പൊ എനക്കുണ്ടോളിയാ? ചിനുങ്ങുന്നുണ്ട്. അത് മതി, പകരം. മാത്യൂസ്, നമുക്കൊത്തുപോവാ. വേണ്ട, നമുക്കൊത്തുപോകാനാവില്ല. എന്റെ വഴി വേറെയാണ്. മാത്യൂസ്, എച്ചിൽ നിന്ന് കാണ്ടാമൃഗത്തെ തടി വെച്ച് നടക്കുന്നു. നീ എന്തുകൊണ്ട് അവനെ കൊന്നിട്ട് വന്നില്ല? നിന്റെ കൈകൊണ്ട് അവൻ ചത്താൽ നിനക്കൊരു ചുക്ക് സംഭവിക്കില്ല. അവന്റെ കൈകൊണ്ട് നീ ചത്താലും അവനവന് രക്ഷപ്പെടാനാവില്ല. അവൻ കഴിവരത്തും കയറേണ്ടി വരും. ഞങ്ങൾ അവനെ ഒരുപാട് ഉപദ്രവിച്ചു മുതലാളി. അവസാനം കുടിച്ചിപ്പട്ടികളെ പോലെ നീക്ക് ഓടി. ഞങ്ങൾ അവനെ പോലീസിൽ പിടിപ്പിക്കാനായിരുന്നു. പോലീസ് അവരവനെ അടുത്തേക്ക് വിഴുങ്ങോ? പുതിയ SI ആയതുകൊണ്ടാണ് മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് പോലും അയാൾ അവനെ വിട്ടയച്ചത്. ഞാൻ അറിഞ്ഞടാ, അവൻ ഇവിടെ അധികകാലം ഇരിക്കാൻ പോകുന്നില്ല. ആ ലോറി വന്നെങ്കിൽ നീ സ്ഥാനം ഇറക്കി വെപ്പിക്കേ. മറ്റൊരു കാര്യം, ആ പുതിയ SI ഇവിടുന്ന് പോകുന്നവരെ കുറച്ച് സൂക്ഷിക്കണം, മനസ്സിലായോ? ശരി മുതലാളി. റോയ്, എടാ റോയ്, എന്താ പച്ച? കയറ്റി അയക്കാനുള്ള ചരക്കെല്ലാം റെഡിയായോ? എല്ലാം പാക്കിംഗ് കഴിഞ്ഞു. അഡ്വാൻസ് കഴിച്ച് അവരെന്ത് തരാനുണ്ട്? 5 ലക്ഷത്തിന് മുകളിലുണ്ട്. അത് ശരി, പണം വാങ്ങിച്ചിട്ട് ചരക്കയച്ചാൽ മതി. ശരി അപ്പച്ച. ഓ സിസിലി, പള്ളിയിൽ പോയ നീ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ കുമ്പസാരിച്ചു. നിനക്ക് എന്താണ് ഇത്ര കുമ്പസാരിക്കാൻ? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കുമ്പസാരിച്ചത്. നീയൊക്കെ എവിടെ വായി നോക്കാൻ പോയിരുന്നു? ഞാൻ തിരക്കാത്ത ഇടവില്ല. നിന്റെ അപ്പന് സൂക്കേട് കൂടിയെന്ന് പറഞ്ഞ ടെലഗ്രാം വന്നേ. ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ കാര്യം? വേഗം പുറപ്പെടാൻ നോക്ക്. സൂക്കേടൊക്കെ മാറും. വേഗം റെഡിയാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്റെ ഒലക്കിയിരിക്കുന്നു. പണം ഞങ്ങൾ തരാം. അവിടെ എന്റെ 5 രൂപ ഉണ്ട്. നിന്റെ കാശില്ലേ? ഉണ്ട്, 50 രൂപ ഉണ്ട്. ആ കൊടുക്ക. പെട്ടെന്ന് പുറപ്പെടാൻ നോക്കടാ. അപ്പ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? പറയൂ അപ്പ. ഡോക്ടറെ കണ്ടോ? മരുന്ന് വാങ്ങി കഴിച്ചോ? അപ്പച്ചന്റെ അസുഖത്തിന് മരുന്നില്ല മോനെ. അസുഖം ശരീരത്തിനല്ല, മനസ്സിനാ. അപ്പൻ എന്താണ് ഈ പറയുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടത് കൊടുത്തു വളർത്താൻ എനിക്ക് കഴിയാതെ പോയി. അതിലാര് പരാതി പറഞ്ഞു? നമ്മുടെ നിവൃത്തിയോട് ഞങ്ങൾക്കറിയില്ലേ? പെണ്ണ് വളർന്നപ്പോൾ ഒരറിഞ്ഞുപോയി. ആവശ്യമില്ലാത്തതൊക്കെ ഓർത്ത് അപ്പൻ മനസ്സ് പുണ്ണാക്കുക. അവളെ ഞാൻ കെട്ടിച്ചുവിടും. അവൾ എന്റെ സഹോദരിയല്ലേ അപ്പ? ഇല്ല മോനെ, ഇനി നിനക്കതാവില്ല. അവൾ ആ വിഷക്കായെ തിന്നു കഴിഞ്ഞു. അതേടാ, അവൾ ഗർഭിണിയാണ്. അവൾ തെറ്റ് ചെയ്ത് എന്റെയും നിന്റെയും കൊച്ചുമുതലാളി. ഇവൾ ആരാണെന്നറിയാം? നിന്റെ പെണ്ണ്? അതെ,
ഇന്നിവൾ ഗർഭിണിയാണ്. അതിനിവളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ആ, ഒരു കാര്യം ചെയ്യാം. ഒരു ഡോക്ടർ ശിവദാസൻ അറിയോ? ഈ കേസിൽ എക്സ്പെർട്ടാണ്. എടാ, നീയാണ് ഇതിന് ഉത്തരവാദി. ബഹളം വെക്കാതെ. ഞാനാണ് ഉത്തരവാദിയെങ്കിൽ ഡോക്ടറെ കാണാനുള്ള പണം ഞാൻ തരാം. നാട്ടിലുള്ള പെമ്പിള്ളേരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഒടുവിൽ ഗർഭം നശിപ്പിക്കാനുള്ള ചില്ലറയും മാറ്റി നടക്കുകയാണ് അല്ലേടാ നിന്നെ ഞാൻ. മത്തായി, മുതലാളി, എന്റെ പെങ്ങൾ. എല്ലാം ഞാൻ കേട്ടു. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. ഈ നിലയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം മുതലാളി? സാവകാശം ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ പോകൂ. മുതലാളി, നാളെ നീ ഇങ്ങോട്ട് വരൂ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം പോകൂ. എടാ, മനുഷ്യനായ തലച്ചോറ് വേണം. നടക്കാൻ പാടില്ലാത്ത നടന്നു. കാരണമായിട്ട് നിന്റെ പേര് മാത്രമേ പറയാനുള്ളൂ. അപ്പച്ച, ഞാൻ Shut up! നിനക്ക് പങ്കില്ലെന്നാണ് പറയുന്നത്. എടാ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അതിനെ അതിജീവിക്കുന്നതിലാണ് ബുദ്ധി. നിന്റെ മാത്രം പേര് കേട്ടെടുത്ത് വേറെ 4 പേരോട് കേൾപ്പിക്കണമായിരുന്നു. അതിനാവശ്യമുള്ള പണം നീ ചെലവാക്കണം. പോ. നല്ല അപ്പൻ മോന് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു. കൊമ്പൻ പോകുന്നല്ലേ മോഴയ്ക്ക് വഴി. നിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല. അവൻ എന്റെയും മോനാണ്. അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്കും പ്രായമായ ഒരു മോളുണ്ടെന്ന് ഓർമ്മ വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? നാളെ മത്തായി വരും. ഇല്ല, അവൻ വരില്ല. വന്നാൽ തന്നെ പറയാനൊരു കാരണവും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, എനിക്കതാവില്ല. ഓ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂട്ടി. ഈ മരുന്ന് കഴിച്ചാൽ നിനക്കൊരു ആപത്തും ഉണ്ടാകില്ല. അന്യരാരും അറിയുകയുമില്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. വേണ്ട മുതലാളി, എനിക്ക് പേടിയാവുന്നു. ആ, പേടിക്കാനൊന്നുമില്ല മോളെ. ഒരു കുഴപ്പമുണ്ടായില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഇല്ല എടീ, ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് ജീവിക്കാം. ഇല്ലെങ്കിൽ വളരെ സാവകാശം ആലോചിച്ചെടുത്ത തീരുമാനമാണിത് അല്ലേ അലക്സാണ്ടർ? നിന്നെ അനുസരിക്കാതെ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം. അത്ഭുതമായി. ഞാൻ പറയായിരുന്നു ഇങ്ങനെയും ആകാമല്ലോ എന്ന്. ഒന്ന് പറഞ്ഞു നോക്കിയതായിരിക്കും. ഇത് നിങ്ങളുടെ കുറ്റമല്ല അലക്സാണ്ടർ. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മുതലാളി വർഗത്തിന്റെ തകരാറാണ്. അതിൽ മനുഷ്യബന്ധത്തിന് വിലയില്ല. സ്ത്രീത്വം മാനിക്കപ്പെടില്ല. പക്ഷേ ഞങ്ങൾ പാവങ്ങളുടെ വർഗത്തിൽ ഇതൊരിക്കലും നടക്കില്ല. പട്ടിണിക്കാരാണെങ്കിലും ഞങ്ങൾക്ക് ജീവിതം പവിത്രമാണ്. ഓ, അപ്പോ നിന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളുടെ മകനാണ് ഇതിന് കാരണക്കാരനെങ്കിൽ അത് തന്നെ നടക്കും. ഇല്ലെങ്കിൽ എന്റെ പെങ്ങൾ നിങ്ങളുടെ മകന്റെ വിധവയായി പ്രസവിക്കും. രണ്ടിലൊന്ന് തീരുമാനിക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല. ഓടാടുന്നു. നീ എന്നോട് എതിർക്കറ. മഹാഭാവി, എന്റെ മോള് പിഴച്ചെങ്കിൽ വെറുമെന്നല്ലേ ഉള്ളൂ. ഈ അറുങ്കുല നീ എന്തിനു ചെയ്തടാ? അപ്പച്ച, എന്റെ മോളെ, എന്റെ മോളെ. നിന്റെ അപ്പൻ എവിടെ? പുറത്തു പോയിരിക്കുന്നു. നിന്റെ ആങ്ങള? അച്ചായനും ഇല്ല. മാത്യു ഇരിക്കൂ. ഇരിക്കാനല്ല ഞാനിവിടെ വന്നത്. എനിക്കറിയാം, പ്രതികാരം ചെയ്യാൻ. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അടിച്ചേൽപ്പിക്കുമ്പോൾ ആർക്കും പ്രതികാരം തോന്നാം. സിസിൽ പറയുന്നത് സത്യം. അത് മാത്യൂസിന് മാത്രമല്ല, മറ്റു ചിലർക്കും അറിയാം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത്, ശക്തിഹീനർ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാവുന്ന ദുഃഖമല്ല. അല്ലേ മാത്യൂസ്? ഞാൻ പോകുന്നു. നിൽക്കൂ, ഒരു കാപ്പി. വേണ്ട. സ്വയം രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു അടിമയ്ക്ക് മറ്റൊരാളെ രക്ഷിക്കാനാവില്ല.